ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ പതിവ് പോലെ തന്നെ നമ്മൾ രാവിലെ ജീരക വെള്ളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇതിപ്പം എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ ഡെയിലി വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾക്ക്. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ലോങ് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്കെന്താണെന്ന് അറിയില്ല, അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പുറത്തൊക്കെ അങ്ങനെ പോകുമ്പോൾ ഒരുപാട് അങ്ങനെ ലോങ് വീഡിയോസ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മുതിരാറില്ല. അതുകൊണ്ടാണ് കൂടുതലും നമ്മളുടെ വീടിൻ്റെ അകത്ത് തന്നെയുള്ള പരിപാടികൾ നിങ്ങൾക്ക് ലോങ് വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. പുറത്തേക്ക് കാണാനായിട്ടൊന്നുമില്ല, എന്നാലും എന്താണെന്ന് അറിയില്ല, എഴുന്നേറ്റ് ഇനിയുമ്പോൾ എനിക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെയൊന്ന് ആകാശത്തോട്ടൊക്കെ നോക്കി കഴിഞ്ഞ് ഇനിയുമ്പോൾ എന്തോ ഒരു സന്തോഷം. അപ്പോൾ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ കണ്ട് നിങ്ങൾ റോക്കറ്റ് പോകണ കണ്ട. എൻ്റെ ഏട്ടനാണെങ്കിൽ 25-ാം തീയതി ഏതൊക്കെയോ സാറ്റലൈറ്റോ എന്താണ്ടും കുന്ത്രാണ്ടങ്ങളോ ഒക്കെ ആകാശത്ത് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ കാഴ്ച കാണലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മളുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. അങ്ങനെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്ലാസ്സിലോട്ടേക്ക് മാറ്റി. ചൂടോടുകൂടെ തന്നെ അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ആ ഒരു ശീലം തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല, കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കാപ്പിയൊക്കെ കുടിച്ച് ശീലിച്ചതുകൊണ്ട് എനിക്ക് അത്ര തൃപ്തിയൊന്നുമില്ല. ഏട്ടനാണെങ്കിൽ പല്ല് തേക്കണേക്കാട്ടിലും മുന്നേ വെള്ളം കുടിച്ചിട്ടൊക്കെ പോയിട്ടാണ് പല്ല് തേക്കുക. ഞാൻ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ കുടിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും എനിക്കെന്തോ അത്ര വലിയ തൃപ്തിയൊന്നുമില്ല. നമ്മൾക്ക് രാവിലെ തന്നെ ആ കാപ്പി ഇച്ചിരി മധുരമായിട്ട് കുടിക്കുമ്പോൾ ഭയങ്കര സുഖമാണല്ലോ. പക്ഷെ അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം എൻ്റെ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ രാവിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച്. സാധാ ഒരു ലൂക്ക് വാം വാട്ടർ കുടിക്കുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. പക്ഷെ അങ്ങനെ കുടിക്കാൻ തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് അങ്ങ് തുടർന്നുകൊണ്ട് പോകുന്നത്. അയ്യോ, നീ ഇത്രയും നേരവും അതല്ലല്ലോ എടുത്തുകൊണ്ടിരുന്നത്, മറ്റേതല്ലേ? ഈശ്വര, ക്യാരറ്റ് ഓയിൽ വെച്ചിട്ടാണ് അവൻ ഇന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണേ. ഏട്ടനെ ഞാൻ എന്തോ ഒരു സംഭവം ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അവൻ്റെ ആ നമ്മളുടെ ക്യാരറ്റ് ഓയിലും ഞാൻ പിന്നെ നമ്മുടെ തലയിൽ തേക്കണ എണ്ണയെല്ലാം ഒരുമിച്ചാണ് വെച്ചേക്കണേ. അത് എൻ്റെ പൊട്ട ബുദ്ധി. ഏട്ടനാണെങ്കിൽ അതെടുത്ത് അങ്ങ് വെച്ചു. ഇതിപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണോണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല. പുള്ളി അതൊക്കെ ഇട്ട് പാത്രത്തിലേക്ക് ഇട്ടപ്പോഴാണ് ക്യാരറ്റ് ഇങ്ങനെ തെളിഞ്ഞ് വന്നത്. പിന്നെ അതൊക്കെ കൂടെ കാട്ടിക്കളഞ്ഞ് നമ്മുടെ ക്യാരറ്റ് ഓയിൽ എന്താണെന്ന് അറിയില്ല, ഞാനേ നല്ല രീതിക്ക് അങ്ങ് മൊരിച്ചെടുക്കാതിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ഈ ഒരു എണ്ണ കാച്ചിയതൊക്കെ എന്താ അങ്ങനെ പറയണേ, ഒരു എന്താണ് പറയൂലേ, ഒരു ചീത്തയായി തുടങ്ങുമ്പോൾ ഒരു ജസ്റ്റ് മണമൊക്കെ വരില്ലേ, അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തായാലും അത് ഉപയോഗിച്ച് തീർക്കും. എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഞാൻ നല്ല രീതിക്ക് ഫ്രൈ ചെയ്യാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ അതേ സാൻഡ്വിച്ച് ഇന്ന് ഏട്ടൻ്റെ വകയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല. ഞാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എനിക്ക് ടേസ്റ്റ് കിട്ടാറില്ല. ഏറ്റവും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കണേ, പക്ഷേ സാൻഡ്വിച്ചൊക്കെ നല്ല എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അത് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മളത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ബട്ടർ വേണ്ടവർക്ക് ബട്ടർ യൂസ് ആക്കാം. അതിലേക്ക് നമ്മൾ 2 മുട്ട എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ബുൾസൈ ആക്കണില്ല. എനിക്ക് ഏട്ടനിങ്ങനെ ആ ഒരു ബുൾസൈ കറക്റ്റ് മഞ്ഞ പൊട്ടാണ്ട് അധികം വേവാണ്ട് കഴിക്കണത് ഇഷ്ടം. പക്ഷേ ഞാൻ ബുൾസൈ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുൾസൈ എന്ന് പറഞ്ഞാൽ ഞാൻ മുട്ടയൊന്ന് മഞ്ഞ പൊട്ടിച്ചിട്ട് നല്ല രീതിക്ക് വെന്താലാണ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു പച്ചച്ചൊകയോട് കൂടെ കഴിക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ മേലയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് മുട്ട വേവിച്ചിട്ടാട്ടോ. പിന്നെ നമ്മൾ ഇന്നത് ബ്രെഡിന് വേണ്ടിയിട്ട് ഞാനിന്ന് മൾട്ടിഗ്രെയിനിൻ്റെ ബ്രെഡ് എടുത്തിരിക്കണേ. മൊത്തം കുറച്ചൊക്കെ ഹെൽത്തി ആവുകയാണല്ലോ, അതിൻ്റെ കൂടെ ഒരു കുറവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ ദിവസം കടയിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ അതെടുത്ത്. വീറ്റിൻ്റെയും കണ്ടിട്ടുണ്ടായിരുന്നു, മൾട്ടിഗ്രെയിനിൻ്റെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതെടുക്കാമെന്ന് ഓർത്തു. നമ്മൾ തനിയെ കഴിക്കുമ്പോൾ നമുക്ക് സാധാ ബ്രെഡിന് ടേസ്റ്റ് ഇല്ല, പക്ഷേ ഹെൽത്തി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ സംഭവം എടുത്തത്. അതിൽ നമുക്ക് കുറേ എള്ള് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ മേലിലേക്ക് കാണാൻ പറ്റും. അങ്ങനെ തീരെ ടേസ്റ്റ് ഇല്ല എന്ന് അല്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് തനിയെ കഴിക്കാനാണെങ്കിലും ലേശം ബട്ടറൊക്കെ പുരട്ടിയിട്ട് കഴിക്കാനാണെങ്കിലും സംഭവം നല്ലതാണ്. ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാരണം ഞാൻ ഇതുവരെ മൾട്ടിഗ്രെയിനിൻ്റെ ബ്രെഡ് ഞാൻ കഴിച്ചിട്ടില്ല. വീറ്റിൻ്റെ ആണെങ്കിലും ഒരു തവണയായിട്ടേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ സാധാ പണ്ടത്തെ ബ്രെഡ് തന്നെ കഴിക്കുക. പിന്നെ നമ്മളിത് സാൻഡ്വിച്ചിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, പിന്നെ പച്ചമുളക് എടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ നമ്മൾ വട്ടത്തിൽ ജസ്റ്റ് സ്ലൈസായിട്ടൊന്ന് അരിയുന്നുണ്ട്.
പിന്നെ പച്ചമുളകാണെങ്കിലും കുരുകുരു അരിയുന്നുണ്ട്. പച്ചമുളക് വേണ്ടാത്ത ആൾക്കാർക്ക് കുരുമുളക് പൊടി തന്നെ എടുക്കാം. ചിലപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമുണ്ടാവില്ല പച്ചമുളകൊക്കെ. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇവിടെ കിട്ടുന്ന പച്ചമുളകിന് അങ്ങനെ വലിയ കാര്യമായിട്ട് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ബട്ടറൊക്കെ തേച്ചിട്ട് അങ്ങനെ പരിപാടിയൊക്കെ അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ബ്രെഡൊക്കെ ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ അധികം മെൽറ്റ് ആയിട്ടില്ല. നമ്മൾ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ആ അതെടുത്ത് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മെൽറ്റായിട്ട് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ആ ബ്രെഡിൽ കുറച്ച് ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബട്ടർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ക്യാരറ്റ് അല്ലല്ലോ 2 തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്. ഇതൊക്കെ ആർക്കും അറിയാത്തതൊന്നും ആയിരിക്കില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. കുറേ ആൾക്കാർ ഇത് സിമ്പിളായിട്ടാണ്, നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ജസ്റ്റ് പിന്നെ ചീസിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മേലയിലേക്ക് നമ്മുടെ മുട്ടയില്ലേ, ആ മുട്ടയും കൂടെ വെച്ചുകൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കും. സിമ്പിളാണ്, പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നും. പക്ഷേ ടേസ്റ്റ് ഉണ്ട് സംഭവം. പിന്നെ ടൊമാറ്റോ സോസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഓർത്തേ ജസ്റ്റ് ടൊമാറ്റോ സോസും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്യായിരുന്നു എന്നുള്ളത്. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ ചെയ്യുക. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു വൃത്തികെട്ട ടേസ്റ്റാണ് വരാറ്. സാൻഡ്വിച്ച് ഞാൻ എങ്ങനെയൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും നന്നായിട്ട് വരാറില്ല. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ട് നമ്മളുടെ തക്കാളിയും കുക്കുംബറും സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്യും. അത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രെഡിൽ തേച്ചിട്ട് സാൻഡ്വിച്ച് പോലെ കഴിക്കാറുണ്ട്. അതാവുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം മയോണൈസ് എങ്ങനെയാകുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് എൻ്റെ സാൻഡ്വിച്ച് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര ഹോട്ടലിലെ സ്റ്റൈല് പോലെ 4 മൂലയെല്ലാം മുറിച്ച് കളഞ്ഞിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതുകൊണ്ട് നമ്മളുടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മിക്കവരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വീഡിയോസൊക്കെ നോക്കുമ്പോൾ അവർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടാവും. ഇതാകുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമ്മളൊരു ചീസൊക്കെ മേടിച്ചാൽ മതി. ഇപ്പോൾ ചീസും ബട്ടറൊക്കെ ഇല്ലാത്ത വീടുകൾ അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ മിക്ക വീടുകളിലും ചീസും ഇതൊക്കെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്തൊക്കെ വെക്കുന്നുണ്ടാവും. പിന്നെ നല്ല സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം ഇവരൊക്കെ കുക്ക് ചെയ്യൽ മാത്രമേ ഉള്ളൂ. ക്ലീനിങ്ങിൻ്റെ വശത്തോട്ടേക്ക് ആണുങ്ങൾ പൊതുവെ തിരിയൂലല്ലോ. എനിക്ക് കുക്ക് ചെയ്ത് തരണത് തന്നെ ഭാഗ്യം എന്നൊക്കെ. അപ്പോൾ ഏട്ടൻ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെ വെച്ചിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അത് തന്നെ കയ്യോടുകൂടെ അതൊക്കെ തന്നെ ഞാനൊന്ന് കഴുകി വെച്ചു. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ കുഞ്ഞടുക്കളയതുകൊണ്ട് സിങ്കും ചെറുതാണ്. അപ്പോൾ പാത്രങ്ങൾ അങ്ങനെ കുന്നുകൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ല പാടാണ് സംഭവം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യോടെ ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ എല്ലാ ക്ലീനിങ് പരിപാടി തുടങ്ങി. പിന്നെ ഇന്ന് ഏട്ടന് ഉച്ചയ്ക്കായിരുന്നു ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വേറെ ചോറും ഒന്നും കഴിക്കാൻ നിന്നില്ല. നമുക്ക് ഒരു അവഗാഡോയും അതുപോലെ മാങ്ങയും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവഗാഡോയും പഴവും വെച്ചിട്ടാണ് ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. മാങ്ങ വെച്ചിട്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട്ടനാണ് അത് എടുത്തിട്ട് വന്നത്. അപ്പോൾ അതിൽ ചെറിയ തോതിലൊരു മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ട് നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ കറി കൊള്ളുണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 മാങ്ങ ഞാൻ പഴുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട്, മറ്റൊന്ന് കുറച്ചും കൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ ഞാനോർത്തു ഒരു അവഗാഡോ ഉണ്ട്, ഒരു മാങ്ങയും ഉണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ. അങ്ങനെ ഒരുപാട് പാല് നമ്മുടെ ശരീരത്തിലോട്ട് പോകുന്നതും അത്ര കണ്ട് നല്ലതൊന്നുമല്ല. കുറച്ച് ലിമിറ്റിൽ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ വയറിനൊക്കെ ഒരുപാട് അസുഖങ്ങൾ ഈ പാല് കാരണം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചായക്കും ഞാനിപ്പം പാലിൻ്റെ അളവ് കുറച്ചു. ജ്യൂസ് എടുത്തപ്പോഴാണെങ്കിൽ ഞാൻ പാലും
വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളെടുത്തത്. മാങ്ങ നല്ല മാങ്ങയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ പച്ചമാങ്ങ എന്ന് പറഞ്ഞ് വെച്ചത് നമ്മളിങ്ങനെ പഴുപ്പിക്കുമ്പം ടേസ്റ്റ് ഉണ്ടാവില്ല, വൃത്തിയായിട്ട ചൊകയായിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു മാങ്ങ. അങ്ങനെ ഒരു മാങ്ങ എടുത്തോളൂ, മറ്റു മാങ്ങയും കൂടെ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. മധുരം ഉണ്ടാവും, പക്ഷെ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് കുഞ്ഞു പീസാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ പാല് തിളച്ചു, ഒന്ന് ആറിയിട്ട് വേണമല്ലോ മിക്സിയിലിട്ട് അരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് മുഴുവൻ പാൽ എടുക്കുന്നില്ല. മുഴുവൻ പാലും കൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റ് ഐറ്റംസ് ഒന്നും അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ കുറച്ച് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവകാഡോയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ഞാൻ നമ്മളുടെ തേനാണ് യൂസ് ആക്കുന്നത്. കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം തേൻ ആഡ് ചെയ്താലും അത്ര കണ്ട് മധുരമൊന്നും വരുന്നില്ല. നമ്മുടെ ജ്യൂസിന് മധുരം കുറവാണ്. അപ്പം മധുരം വേണ്ട ആൾക്കാർക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തേനാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തേനേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, 1 സ്പൂൺ തൊട്ടേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയ മധുരം ഇല്ല. പക്ഷെ നമുക്ക് മാങ്ങയുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മധുരം, ആ ഒരു സ്പൂൺ നമ്മൾ തേൻ ചേർത്തതിൻ്റെ കുറച്ച് മധുരം കൂടെ നമ്മൾക്ക് കിട്ടും. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ അവകാഡോ തന്നെ ഞാൻ റീസെൻ്റ്ലി ആണ് അതിൻ്റെ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞാൻ കുടിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ 2 കോമ്പിനേഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴം വെച്ചിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം മാങ്ങയും അവകാഡോയും കൂടെ ട്രൈ ചെയ്യാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയും കൂടെ കാണിച്ച് കാണി.